കണ്ടിട്ടില്ലല്ലോ ടി വി ചാനലിൽ. അപ്പൊ ഇന്ന് രാത്രി 5 പേരെ വെച്ച് ന്യൂസ് ചർച്ച ചെയ്യാനുള്ള വിഷയം കിട്ടിയല്ലോ. ട്യൂബ്ലൈറ്റ് പൊട്ടിയെന്നും പറഞ്ഞു. അങ്ങനെയല്ല, പിന്നെ ദേശീയപാത പടപടാന്ന് തകർന്നു വീഴുമ്പോൾ ഉയരുന്ന ചോദ്യം, റീൽസ് എടുത്ത റിയാസ് എവിടെ? കൂരിയാടിൽ ഇന്നലെ കണ്ടത് ട്രെയിലർ മാത്രം. തൊട്ടടുത്ത് മമ്മാലിപ്പടിയിലും ഇന്ന് കണ്ടു വിള്ളൽ. മലപ്പുറത്ത് മാത്രമല്ല ദേശീയപാതയുടെ തനിനിറം അങ്ങനെ വെളിപ്പെടുന്നത്. കണ്ണൂർ കുപ്പത്ത് കണ്ടു നിൽക്കുമ്പോൾ NH-ലേക്ക് കുന്ന് ഇടിഞ്ഞിടിഞ്ഞു വീഴുന്നു. സ്വാഭാവികം. കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ 50 മീറ്റർ ഗർത്തം പോലെ താഴ്ന്നു പോകുന്നു. കൂരിയാടിന്റെ കുഴപ്പമായി പറഞ്ഞത് അടുത്തുള്ള വയലിലെ മണ്ണിളക്കം. എന്നാൽ തളിപ്പറമ്പിലെ ഇളക്കമോ തീരദേശ മേഖലയായ ചാവക്കാട്ടെ ചുവടിളക്കമോ ചോദിക്കാൻ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ ഇടത് സർക്കാരിലെ ആരെയും മഷിയിട്ട് നോക്കിയാലും കാണില്ല. റീലില്ലെങ്കിലും 4 വരി പാത പോലെ 4 വരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു റിയാസ്. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടനം MP രാജേഷിനെ മൂലക്കിരുത്തി ഫ്ലക്സ് ഉത്സവമാക്കിയ അതേ റിയാസ്. എവിടെ മുങ്ങണം എവിടെ പൊങ്ങണം എന്ന് റിയാസിനറിയാം. കൂരിയാട് റീലിലും സ്മാർട്ട് റോഡ് പദ്ധതിയിലെ ഓവർ സ്മാർട്ട് ആകലിലും വരെ എത്തി നിൽക്കുന്ന റിയാസിന്റെ വൺമാൻ ഷോയ്ക്കെതിരെ രോഷം പുകയുന്നു. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. റോഡിലും സർക്കാരിലും വിള്ളലോ? ആദ്യം ശ്രീ രാജു P. നായർ, ഈ റീലിട്ട റിയാസ് എവിടെ എന്ന് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ പ്രതിഷേധവുമായി ഈ കരാർ കമ്പനി ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിലടക്കം ചോദിക്കുകയുണ്ടായി. ഈ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ആളുകളും ഈ സ്ഥലങ്ങളിലൊന്നും എത്തുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. എന്താണ് സംസ്ഥാന സർക്കാരിന് ഒളിക്കാനുള്ളത് അങ്ങനെയെങ്കിൽ? ആരാധകരെ ശാന്തരാകും. എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും. ആരാധകർ ഒന്ന് പോയാടാണ് നീ കാരണമാണ് ഞങ്ങൾ ഗതിയിലായത്. ചേട്ടാ ഇങ്ങനെയുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോരാ. അല്ല, സംസ്ഥാന സർക്കാരിന് വിളിക്കാനുള്ളൂ മാത്രമേ. ഇവിടെ ഈ സർക്കാരിന്റെ പങ്കാളിത്തമില്ലാത്ത, അല്ലെങ്കിൽ ഈ സർക്കാരിന് ഉത്തരവാദിത്വമില്ലാത്ത, അല്ലെങ്കിൽ ഈ സർക്കാർ ആവിഷ്കരിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത പദ്ധതികളിലെല്ലാം പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി നടന്നിരുന്നവരാണ്. മുഖ്യമന്ത്രി എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ആദ്യം റിയാസ് പറയുന്നുണ്ടായിരുന്നു, എവിടെയോ ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ പണ്ട് കണ്ണൂർ വന്ന് പയ്യന്നൂർ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രി അവിടെ പരിപാടിക്ക് വന്നിരുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് 10 മിനിറ്റ് കൊണ്ട് എത്തുന്നു. റിയാസ് എന്താ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോകുന്നതിൻ്റെ ഇതിട്ട് റീൽസ് ഇട്ടു. ഇങ്ങനെ ഈ അവകാശവാദങ്ങൾ പറയാനല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ചൂളിപ്പോയി മുറിക്കകത്ത് ഒളിക്കുന്ന രീതിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 4.5 വർഷത്തെ ഈ ഭരണത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സർക്കാർ പ്രതിരോധത്തിലാവുന്ന സമയത്ത് മുഴുവൻ ഒളിച്ചോടി പോലെ, സ്വന്തം ഭാര്യയുടെ പേരിൽ ആരോപണം വന്നിട്ട് പോലും മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു റിയാസാണ്. എന്തോ എല്ലാരും കൂടി അതെ, ഇവിടെ 16 അടി യന്ത്രം നടക്കാൻ പോകുന്നു. കൂടുന്നു. അതേ മഴക്കാലത്ത്, ഇപ്പൊ മഴക്കാലം വരുന്നല്ലോ, ഇപ്പൊ നമ്മള് മൺസൂൺ തുടങ്ങണം. ആ മൺസൂൺ തുടങ്ങുന്ന സമയത്ത് ആ സ്റ്റേറ്റുകാരന്റെ ബോർഡൊക്കെ വെച്ച് റീൽസ് ഉണ്ടാക്കി ഇടുക എന്നൊക്കെ ഈ പുള്ളിയെ കൊണ്ട് പറ്റുള്ളൂ. നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന പണികൾ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ. നോക്കൂ, എവിടെ പോയും തൻ്റെ ഇതാണെന്ന് സ്മാർട്ട് സിറ്റി ഉണ്ടാക്കുന്ന റോഡിന് PWDക്ക് എന്താ റോള്? എന്തെങ്കിലും റോള് PWDക്ക് ഉണ്ടോ? പക്ഷെ ഉള്ള ഫ്ലെക്സിൽ മുഴുവൻ അത് PWD ആണ് നടത്തിയിരിക്കുന്നത് വരുത്തി തീർക്കത്തക്ക രീതിയിൽ റിയാസിന്റെ തല വെച്ച് കൊടുക്കുകയാണ്. അപ്പം അവിടെ ഒന്നും ഒരു പങ്കാളിത്തം ഇല്ലാത്ത സ്ഥലത്തും പോയിട്ട് അതിൻ്റെ എല്ലാം എൻ്റെ ഫുൾ സൈസ് ഫിഗർ, എൻ്റെ മുഖം മാത്രം എന്നുള്ള ഫോട്ടോ വെച്ച് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏൽക്കുന്ന ആളായിട്ട് റിയാസ് മാറിയിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ആ പാർട്ടിക്കകത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചവിട്ടി അരച്ച് ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിൽ പോകുമ്പോൾ മരുന്നിന് പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കാനില്ല എന്നുള്ളതാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരാണ്. ഇപ്പോൾ കോർപ്പറേഷന് ഉൾപ്പെടെയുള്ള ഫണ്ട് വെച്ച് റോഡ് പണിയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് കാണിക്കുമ്പോൾ നോക്കൂ, MP രാജേഷിന് പോലും സമ്പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരികയാണ്. സമ്പൂർണ്ണമായിട്ട് ഒരു കുടുംബത്തിന്റെ ആധിപത്യവും, ഒരു കുടുംബം പറയുന്ന കാര്യങ്ങൾ, അതിനപ്പുറം ഒന്നും നടക്കില്ല. ഏതൊരു ഭരണം, ഏതൊരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും ആ വകുപ്പിന്റെ ഓഫീസർമാരുടെ മൊറാലും അതുപോലെ തന്നെ ആ വകുപ്പിന്റെ അഭിമാനവും ഉയർത്തിപ്പിടിക്കേണ്ടത് ആ മന്ത്രിയാണ്. ആ മന്ത്രി അവിടെ LSTD ഉൾപ്പെടെ വെച്ച് പണിതിരിക്കുന്ന സ്മാർട്ട് സിറ്റി റോഡുകൾ കേന്ദ്ര ഫണ്ടും വെച്ച് ചെയ്തിരിക്കുന്നത്, കോർപ്പറേഷൻ ഫണ്ടും വെച്ച് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ ചന്ദ്രനടിയായിട്ട് ഈ റിയാസ് കയറി വരുന്നത്? അത് ചോദിക്കാനായിട്ട് നട്ടല്
ഇന്ന് എം പി രാജേഷിന് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയും ആ ഭരണവും എല്ലാം ഒരു കുടുംബത്തിന്റെ ഭരണമാക്കി മാറ്റി എന്നുള്ളതല്ലേ? ഇവിടെ ഒരു ചോദ്യവും ചോദിക്കാൻ നോക്കൂ. അശാസ്ത്രീയമായ നിർമ്മാണം. എന്താ റിയാസ് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. റിയാസ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ എന്താ, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവലോകന യോഗങ്ങൾ വിളിച്ച് ഞങ്ങളാണ് അതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നത്. മുഖ്യമന്ത്രി മറിച്ചു പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷെ റിയാസ് എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് ഇന്ന് ഇത് എല്ലാ സ്ഥലത്തും തകർന്നുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ഈ ഒളിച്ചുകളി? അതിന് പകരം ജനങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യം പറഞ്ഞുകൂടെ? എന്തു സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞുകൂടെ? നോക്കൂ, ഇത് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവര് സിൽവർ ലൈൻ പദ്ധതിയായിട്ട് ഇറങ്ങിയല്ലോ. ഇന്ന് സിൽവർ ലൈൻ പദ്ധതിയായിട്ട് ഇറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇത്തരത്തിൽ വലിയ എംബാങ്ക്മെന്റ് ഉണ്ടാക്കി ഇത്രയും വലിയൊരു സംവിധാനത്തോടു കൂടി ചെയ്യാൻ പറ്റിയ ഭൂപ്രകൃതിയും മണ്ണിന്റെ ക്വാളിറ്റിയും അല്ല കേരളത്തിലുള്ളത്. ലൂസ് സോയിൽ കേരളത്തിനൊന്ന്. അന്ന് ആ ലൂസ് സോയിൽ എന്ന് വി ഡി സതീശൻ പറഞ്ഞെടുത്തുകൊണ്ട് എത്രമാത്രം അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എംബാങ്ക്മെന്റ് ഒന്നുമില്ലാതെ ഈ കേരളത്തിന് നടുവിലൂടെ ഒരു റോഡ് പണിയുമ്പോൾ പോലും ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുള്ളിടത്താണ് ഇവര് ഒരു സിൽവർ ലൈൻ പദ്ധതിയായിട്ടാണ്. ഇപ്പോ പ്രതിപക്ഷം പറഞ്ഞതും വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചതെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി വരികയല്ലേ? ഒരു ഹൈവേ പണിയാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ലല്ലോ മര്യാദയ്ക്ക്. അപ്പൊ ഹൈവേ പണിയാൻ പോലും പറ്റാത്ത തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തി നികുതിദായകരുടെ പണം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യണത്. ഇതാരെങ്കിലും ഉത്തരവാദിത്തം എടുക്കണ്ടേ? ഒരു ഭരണ നേതാവിന്റെ ഒരു ഭരണകർത്താവിന്റെ മികവ് കാണുന്നത്, ആർജവം കാണുന്നത്, ക്വാളിറ്റി കാണുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിനു പകരം അത്തരത്തിലുള്ള പ്രതിസന്ധി കാലഘട്ടം വരുമ്പോൾ നേരെ ഇതിനകത്തേക്ക് മാടത്തിലേക്ക് ഒളിച്ചു കയറിയിട്ട് അവസാനം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് വെക്കുമ്പോൾ ഇനി ഒരു എതിർസ്വരവും ഉണ്ടാകില്ല. അങ്ങനെ ഒരു പരിചയം തന്നെയാണ് ആ വാചകം. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കെ അനിൽകുമാർ. ശരി, ശ്രീ കെ അനിൽകുമാർ, ഇവിടെ അത് അങ്ങനെ തന്നെയാണ്. വേണു 30 സെക്കൻഡ്. അത് അങ്ങനെ തന്നെയാണ്. നോക്കൂ, എപ്പോഴൊക്കെ പിണറായി വിജയൻ പ്രതിസന്ധിയിലാവുന്നോ അപ്പോൾ റിയാസ് കുറെ കാര്യങ്ങൾ പറയും. റിയാസ് പ്രതിസന്ധിയിലാവും മുഖ്യമന്ത്രി. നോക്കൂ, രാജീവ് ചന്ദ്രശേഖരനെ വിഴിഞ്ഞത്ത് പിടിച്ച് സ്റ്റേജിലിരുത്തി ആഘോഷിച്ചു. ആരാ വിളിച്ചത്? പിണറായി വിജയൻ വിളിച്ചു. എന്നിട്ട് താഴെ ഇരുന്നുകൊണ്ട് നോക്കൂ, ആ രാജീവ് ചന്ദ്രശേഖരൻ കാണിക്കുന്നത് നോക്കൂ, മര്യാദയാണോ എന്ന് ചോദിക്കും. എന്തിനാ ഈ പാവപ്പെട്ട CPM അണികൾക്ക് ഈ തട്ടിക്കൂട്ട് കച്ചവടമാണ്. എന്തോ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഇവിടെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടില്ല. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അയലൊക്കത്തെ കൊച്ചിന് കുറ്റം പറയാം? കൊടുത്തിരുന്നു. നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്തിട്ട് നമ്മുടെ VN വാസവൻ പറഞ്ഞ പത്രസമ്മേളനത്തില് ബൈറ്റ് എടുത്ത് ഇപ്പൊ കാണിച്ചാൽ മതി. അതിനകത്ത് സംസ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് കൊടുത്തതിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇനി രാജീവ് ചന്ദ്രശേഖർ ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റിലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ പറ്റില്ല എന്ന് പറയാൻ ആർജവമില്ലാത്ത ആളാണോ? RSS വിരുദ്ധ പോരാട്ടവും കേന്ദ്ര സർക്കാരിനെതിരെ കേൾക്കുന്നു. പക്ഷേ അല്ല, ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വാസവൻ പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ശരി, അതിൽ ഞാൻ തർക്കിക്കുന്നില്ല, നമുക്ക് വ്യക്തത വരുത്താം. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. ശരി, ശ്രീ കെ അനിൽകുമാർ, ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം, റിയാസ് 14 റീൽസ് ഇട്ടു. എന്താണ് സംഭവിച്ചത് എന്നത് 4 വരി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങി. വിശദമായി ഈ കാര്യം പറയാൻ സംസ്ഥാന സർക്കാരിന്റെ ഈ PWD മന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയാസം? കൂടാതെ ഒരു കാര്യം കൂടി സാർ, ഇന്നിപ്പോ ഈ കരാർ കമ്പനിയുടെ നേർക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? പോലീസ് എങ്ങനെയാണത് പെരുമാറിയത് എന്നത് കണ്ടു. അതാണ് അബിൻ വർക്കി പറഞ്ഞത്. ഈ കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധം എന്നത് ധാർമ്മികമായ രോഷമാണ്. അത് സർക്കാരിന് എന്തിനു പൊള്ളണം? അതുകൊണ്ട് നാളെ മുതൽ NHAIയുടെ ഓഫീസുകളിലേക്ക് PWD മന്ത്രിയുടെ നേർക്ക് പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുമെന്നും പറയുന്നു. എന്താണ് നിങ്ങളുടെ മറുപടി? വൈകുന്നേരം ടൗണിലേക്ക് വാ,
കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. കുറേ നേരമായിട്ട് രണ്ടുപേരുടെ കൂടി ഇങ്ങനെ കടുക് വറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് പറയാം, എല്ലാത്തിനും മറുപടി പറയണം. അതിന് വേണു സമയം തരണം. ഒന്ന്, വേണുവിൻ്റെ പുച്ഛവും ഈ അപഹാസ്യമായ ഒരു വല്ലാത്ത നിലപാടുണ്ടല്ലോ, അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ആലോചിക്കണം. ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെയാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു പുച്ഛം പ്രകടിപ്പിക്കാമോ? സംസ്ഥാന സർക്കാർ ഒളിക്കുമോ? എവിടേക്ക് ഒളിക്കാനാണ്? കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഒളിച്ചുപോയ സംസ്ഥാന സർക്കാരാണോ ഇത്? നിപ്പ വന്നപ്പോൾ ഒളിച്ച സർക്കാരാണോ ഇത്? ഈ കോവിഡ് വന്നപ്പോൾ സർക്കാർ ഒളിച്ചു പോയാ? ഞങ്ങളെവിടെ ഒളിക്കുന്നത്? വയനാട്ടിൽ ഒളിച്ചു പോയാ? അതുകൊണ്ട് ഒളിക്കുന്ന സർക്കാരാണോ? പിന്നെ സർക്കാരിന് എന്താണ്? സർക്കാരിന് ഒളിക്കാനുണ്ടോ? എന്തൊളിക്കാൻ? സർക്കാരിന് എന്താ വർത്തമാനം പറയാൻ പാട്? അത് മനസ്സിലാകാത്ത ആളല്ല വേണു എന്നുള്ളത് അറിയാം. നിങ്ങളുടെ തിരക്കഥ ശരിയാകണമെങ്കിൽ വേണു അഭിനയിക്കണം. നിങ്ങൾ രാജീവ് പി നായർ നിങ്ങളോട് കൂടി ഒരുമിച്ചൊരു തിരക്കഥ കിട്ടി അഭിനയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. പക്ഷെ വസ്തുത മനസ്സിലാക്കണം. ഒന്ന്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് ദേശീയപാത ആഫീസ് പൂട്ടിപ്പോയി. അന്ന് ബഹുമാനപ്പെട്ട TN പ്രതാപൻ ഏഷ്യാനെറ്റ് നടത്തിയൊരു ചർച്ചയിൽ എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് ദേശീയപാത പോയി? നമുക്ക് 30 മീറ്റർ വീതി മതി, 45 ആക്കാൻ കേന്ദ്രം പറയുന്നു. അതുകൊണ്ട് കേന്ദ്രം തിരുത്തണം. ഈ 30 മീറ്ററിൽ ദേശീയപാത പണിത് തീർക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത്, TN പ്രതാപൻ്റെ ആവശ്യം. അപ്പോൾ ബാക്കി റോഡോ? ഒരു റോഡിനും വെള്ളി രൂപയില്ല. ഇതാണ് TN പ്രതാപനും വിനു വി ജോണിനും തമ്മിലുള്ള സംഭാഷണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ കാലം. ഇന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ സംസ്ഥാന പാത. കേരളത്തിൽ സംസ്ഥാന പാതയുണ്ടെന്ന് വേണമെന്നറിയാമല്ലോ. റെയിൽവേ PWDയുടെ കീഴിൽ ഏത് സംസ്ഥാന പാതയിലാണ് റിയാസിന് റീൽസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളത്? നിങ്ങൾ വേമ്പനാട്ടുകാരിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം, ഇതാ റിയാസിനെ നാളെ കൊണ്ടുവന്ന് റീൽസ് ഇട്ട് കാണിക്കാം. റീൽസ് ഇട്ടുന്ന റിയാസ് റീൽസ് ഇടാൻ തീരുമാനിച്ചാൽ 100 പാലത്തിൻ്റെ മേലെ റിയാസ് റീൽസ് ഇടും. ടൂറിസം മന്ത്രി എന്ന നിലയ്ക്കാണ് മുഴുപ്പിലങ്ങാട് റീൽസ് ഇടും. അതുപോലെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസം കെട്ടിപ്പടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ റീൽസ് ഇടും. പിന്നെ സ്കൂളിൽ പോയാലും ആശുപത്രി പോയാലും പൊതുമരാമത്ത് വകുപ്പ് പണിത കെട്ടിടങ്ങളുണ്ട് റീൽസ് ഇടാൻ വേണമെങ്കിൽ. സർക്കാർ ആശുപത്രി പോയാൽ PWD പണിത കെട്ടിടങ്ങളുണ്ട്, ഓരോന്നിലും റീൽസ് ഇടാം. റീൽസ് ഇട്ടാൽ തീരത്തില്ല. അതുകൊണ്ട് റീൽസ് ഇട്ട് മത്സരിച്ച് റിയാസിനെ തോപ്പിക്കാനോ സർക്കാരിനെ തോപ്പിക്കാനോ നിങ്ങൾക്കാവില്ല. കാരണം അത്രത്തോളം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേശീയപാതയുടെ ആഫീസ് പൂട്ടിപ്പോയപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയനോട് പറഞ്ഞു 2 കാര്യം നടപ്പാക്കണം. ഒന്ന്, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കണം, സിറ്റി ഗ്യാസ് കൊടുക്കാനാണ്. 2, ദേശീയപാത നടപ്പാക്കി തരണം. അപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞു, ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ, ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ, ഏത് വാക്കാ ഉപയോഗിച്ചെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്ക് കൃത്യമുണ്ടല്ലോ, നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. അവരെ മറികടന്ന് പിണറായി വിജയന് ഒരു കാരണവശാലും ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാതയും നടപ്പാക്കാനാവില്ല. അതിന് കാരണം എന്താണ്? 2016 പിണറായി വിജയനെ കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമി SDPയും കൂടെ കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമി SDPയും കൂടെ കൂടിയത് കൊണ്ട് പിണറായി വിജയന് ദേശീയപാത ഉണ്ടാക്കാനാവില്ല എന്ന് പോസ്റ്റ് ഇട്ടു കെ സുരേന്ദ്രൻ. അപ്പോൾ കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് മോദിയല്ല, കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് പിണറായി വിജയനെയാണ്. എന്താ പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ കാരണം? ദേശീയപാത ഉണ്ടാകണമെങ്കിൽ സ്ഥലമെടുക്കണം. സ്ഥലമെടുക്കാൻ എന്താ തടസ്സം? 45 മീറ്റർ സ്ഥലമെടുക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി സമരം നടത്തിയില്ലേ? നിങ്ങൾ പിന്തുണ കൊടുത്തില്ലേ? കുഞ്ഞാലിക്കുട്ടി സമരത്തിന് പോയില്ലേ? കീഴാറ്റൂർ സമരത്തിലേക്ക് VM സുധീരനും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ BJPയുടെ B ഗോപാലകൃഷ്ണൻ ഓടിക്കൂടിയില്ലേ? നന്ദിഗ്രാമിൽ നിന്ന് മണ്ണിൽ കൊണ്ടുവന്നിട്ടില്ലേ? അതുവഴി ഒരു ദേശീയപാത വരുമ്പോൾ ഞങ്ങൾ റീൽസ് ഇടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ദേശീയപാത വന്നാൽ റീൽസ് ഇടും, നാളെ ഇടും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ്റും കൊടുക്കേണ്ടതില്ലാത്ത വിധം കിബിയിൽ നിന്ന് 6250 കോടി കൊടുത്തിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത്. എൻ്റെ സ്ഥലം എടുക്കാത്തത് എന്തേ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന വിധം പണം വാരിക്കോരി കൊടുത്തു കേരള സർക്കാർ. ഇല്ലേ ഈ പണി നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ദേശീയപാത ഉണ്ടായതിന് കാരണം കേരളത്തിലെ LDF ഗവൺമെൻറ്റും കിബിയുമാണ്. അത് ഒന്നാമത് അംഗീകരിക്കണം. അത് നടപ്പാക്കിയപ്പോൾ നടപ്പാക്കാതിരിക്കാൻ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമരം പ്രഖ്യാപിച്ചു, SDP സമരം പ്രഖ്യാപിച്ചു, BJP സമരം പ്രഖ്യാപിച്ചു. എല്ലാ വിദ്രോഹ സഖ്യത്തെയും തോപ്പിച്ചിട്ടാണ് ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ദേശീയപാതയുടെ എവിടെയും ഞങ്ങൾ റീൽസ് ഇടും.
നാളെ റീൽസ് ഇടും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കെന്താ? സംസ്ഥാന സർക്കാരിൻ്റെ പങ്ക് എന്ന് പറയുന്നത് നിർമ്മാണത്തിൻ്റെ സഹായമാണ്. മാമച്ചൻ ഇത് എവിടുന്ന് കിട്ടിയതാ? വിവരാവകാശം. എന്താ സഹായം? മണ്ണ് കിട്ടുന്നില്ല, സ്ഥലം എടുത്തു കൊടുക്കുന്ന സമയത്ത് വേണം. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിസിറ്റി ലൈൻ മാറണം, അവിടുത്തെ മറ്റ് കേബിളുകൾ മാറണം. അപ്പോൾ സർവീസ് റോഡിന് തർക്കം വന്നാൽ ആ തർക്കം പരിഹരിക്കണം. ഇതിനാണ് മീറ്റിംഗ് നടത്തുന്നത്. അല്ലാണ്ട് ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേലെയാണോ കേരള സർക്കാർ? ഈ അവലോകന യോഗം നടത്തിയെന്ന് പറഞ്ഞാൽ എന്ത് അവലോകിച്ചാ? കമ്പനിക്ക് അവിടെ മര്യാദയ്ക്ക് കോൺട്രാക്ട് പ്രകാരം പണിയാനുള്ള സൗകര്യം കൊടുക്കാൻ എന്താണോ പ്രാദേശികമായി തടസ്സം, ആ തടസ്സം തട്ടി നീക്കാൻ വേണ്ടിയുള്ള യോഗം നടത്തിയെന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വർത്താനം പറയണ പോലെ ഇവിടെ അവലോകന യോഗം എന്ന് പറഞ്ഞാൽ കരാറെടുത്ത കമ്പനിയുടെ മേലെ ഞങ്ങൾ അധികാരം പ്രയോഗിക്കാന്നാണോ? മനസ്സിലാക്കി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇൻസ്പെക്ഷൻ സാർ, ഇൻസ്പെക്ഷൻ നടന്നു എന്ന് പറയുന്നത് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് പരിശോധനയാണ്, അതല്ലാതെ യോഗമല്ല. സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ, പ്രായോഗിക തടസ്സങ്ങൾ അത് നീക്കുക എന്ന യോഗമല്ല ഇൻസ്പെക്ഷന്റെ അർത്ഥം. ഒന്ന്. രണ്ട്, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു, ഞാൻ വേഗം നിർത്താം സാർ, ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചോദ്യം ഒന്ന്. രണ്ട്, KPC അധ്യക്ഷൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് പ്രവൃത്തിയുടെ മേൽനോട്ടം നിർവഹിച്ചത്. മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു. ദേശീയപാതയിലെ എഞ്ചിനീയറിംഗ് വിങ് ആരുടെ നിയന്ത്രണത്തിലാണ്? സംസ്ഥാന PWDയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. വർക്ക് എക്സിക്യൂഷൻ, കോൺട്രാക്ട്, എഗ്രിമെന്റ്, വർക്കിന്റെ മേൽനോട്ടം എല്ലാം സംസ്ഥാന സർക്കാരാൽ, കേരളത്തിന്റെ PWD വകുപ്പിനാൽ നിയന്ത്രിക്കപ്പെടുന്ന NH വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ്. അങ്ങയുടെ മറുപടി രണ്ടിനും. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. ഇതിലും ഭേദം സസ്പെൻഷനോ തരം താഴ്ത്തലോ ആയിരുന്നു. അല്ല, ഈ സണ്ണി ജോസഫിനൊക്കെ മറുപടി പറയാൻ നമ്മൾ ആരുമല്ല കേട്ടോ. ഞങ്ങളൊന്നും അതിനുള്ള ആളുകളല്ല. അതൊക്കെ അവിടുത്തെ വല്ലോ ആരുടെയും മറുപടി ചോദിച്ചാൽ മതി. കാരണം സണ്ണി ജോസഫിന് നിങ്ങളെ കണക്കിലെടുക്കുന്നില്ല. അതൊക്കെ മുട്ടുശാന്തിക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില ആളുകളാണ്. മുട്ടുശാന്തിക്കാരൊക്കെ ഒരു കാര്യം ചെയ്യുക, E.T. മുഹമ്മദ് ബഷീർ ഇന്ന് നിതിൻ ഗഡ്കരിയെ കണ്ടിട്ടുണ്ട്. രാജീവ് പി നായരോട് പറയുകയാണ്, ഈ നിതിൻ ഗഡ്കരിയാണ് ഇതിൻ്റെ അധികാരി എന്ന് E.T. മുഹമ്മദ് ബഷീറിന് നല്ല വെളിവുണ്ട്. അതുകൊണ്ട് നിതിൻ ഗഡ്കരിയെ ചെന്ന് കണ്ടു. നിതിൻ ഗഡ്കരിയെ പറഞ്ഞു കമ്പനിയെ മാറ്റും. അങ്ങനത്തെ ഉത്തരം പറയാൻ മുഹമ്മദ് റിയാസിന് പറ്റത്തില്ല. നിങ്ങൾ ഒളിച്ചോടി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസോ കേരള ഗവൺമെൻറ്റും അല്ല. ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റാണെന്നും അത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയായ കേന്ദ്രത്തിലെ നിതിൻ ഗഡ്കരിയുടെ സർക്കാരാണെന്നും അവർക്കാണ് കമ്പനിയുടെ മേലെ വർത്തമാനത്തിൻ്റെ അധികാരമെന്നും നല്ല വെളിവ് E.T. മുഹമ്മദ് ബഷീറിനുണ്ട്. ആ വെളിവ് രാജീവ് പി നായർക്കില്ലെങ്കിൽ ഞാനെന്ത് കാണിക്കാനാ? വേണു അവരോട് കൂടിയോണ്ട് ഞാനെന്നാ ചെയ്യാനാ? എന്താണ് എനിക്കും കൂടി ഒന്ന് പറഞ്ഞാടാ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? നിങ്ങൾ അതുകൊണ്ട് E.T. മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുക, ഇതെല്ലാം അധികാരം ആർക്കാണ്? സണ്ണി ജോസഫ് പറയുന്നതിനൊക്കെ ആരെങ്കിലും മറുപടി പറയുമോ? ഒരു ദേശീയപാത ടെൻഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡർ ചെയ്ത് കൊടുത്ത കമ്പനിക്ക് മേലെയുള്ള മേൽനോട്ട അധികാരം ആരാണോ ടെൻഡർ ചെയ്ത് കൊടുത്തത് അവർക്കാണ്. എന്നാൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് പണി തടസ്സപ്പെടുമോ? ഉദാഹരണമായിട്ട് ചെങ്ങന്നൂർ മേഖലയിൽ മണ്ണെടുക്കുന്നതിന് വലിയ തടസ്സം വന്നു, ലോറികൾ തടഞ്ഞു, യോഗം നടത്തണ്ടേ? ഇവിടെ മണ്ണ് കിട്ടണ്ടേ? ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചല്ലോ, വേമ്പനാട്ടുകാരിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് കുറേ നമ്മുടെ ദേശീയപാതയ്ക്ക് ഉപയോഗിക്കാം. അത് ചീഫ് സെക്രട്ടറിക്ക് അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇത് കുരുക്കഴിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്ത അനവധി നടപടികളുണ്ട്. അല്ലാണ്ട് ടെൻഡർ ചെയ്ത കമ്പനി വന്ന് നേരെ അങ്ങ് പണിയല്ലായിരുന്നു. ഈ ഗതാഗതം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ ക്ഷാമം പരിഹരിക്കുന്നത്? എവിടുന്നാണ് കല്ല് കൊണ്ടിരുന്നത്? എവിടുന്നാണ് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നത്? അതിന് കമ്പനികളെ സഹായിച്ച് പദ്ധതി സമയബന്ധിതമായി തീർക്കണ്ടേ? ഇതിനൊക്കെ ഞങ്ങൾ കൂടിപ്പോയെന്നല്ലാതെ പറഞ്ഞ ഏത് മുട്ടുശാന്തിക്കാരനാണോ അവിടെ വിടാം. അല്ല, സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ സുനിൽകുമാർ. 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വ്യക്തത വരുത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളല്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. വർക്ക് എക്സിക്യൂഷൻ, കോൺട്രാക്ട് എഗ്രിമെന്റ്, വർക്കിന്റെ മേൽനോട്ടമെല്ലാം സംസ്ഥാന സർക്കാരാൽ, കേരളത്തിന്റെ PWD വകുപ്പിനാൽ നിയന്ത്രിക്കപ്പെടുന്ന NH വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറഞ്ഞത്. ആ കാര്യത്തിലൊരു വ്യക്തത ആരോ പറയട്ടെ, കാര്യത്തിലെ വ്യക്തത. ഒരു കാര്യം മനസ്സിലാക്കണം,
ഒരു കാര്യം മനസ്സിലാക്കണം. മീഡിയ വണ്ടിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ മീഡിയ വണ്ട് ഓൺലൈനിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്തു. ഡെപ്യൂട്ടേഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ പോയിട്ട് മീഡിയ വണ്ട് ഈ നിങ്ങളുടെ ചാനൽ പറയുന്ന പോലെ കേൾക്കോ, അവിടെ ചെല്ലുന്നിടത്ത് പ്രവർത്തിക്കുമോ? കേരളത്തിൻ്റെ PWDയിൽ നാട്ടിൽ അറിയാവുന്ന കുറച്ച് പേരെ ഇവിടെ ടെമ്പററി ആയിട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് ഡെപ്യൂട്ടേഷൻ കൊടുത്തു. അതിന് കാരണം എന്താണ്? കേരളത്തിലാണ് വർക്ക് നടക്കുന്നത്. ഈ ലോക്കൽ അറിയാവുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വേണം. അപ്പോൾ അവർ ഡെപ്യൂട്ടേഷനിൽ കുറേ പേരെ ചോദിച്ചു, ഡെപ്യൂട്ടേഷനിൽ കുറേ പേരെ കൊടുത്തു. ഡെപ്യൂട്ടേഷനിൽ PWD ഉദ്യോഗസ്ഥന്മാരെ കൊടുത്താൽ ഉടനെ അവരുടെ മേൽനോട്ടാധികാരം വേണം കേരള സർക്കാരിനാ, ഈ കരാർ നടപ്പാക്കുന്ന കേരള സർക്കാരിനാ. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശദീകരിച്ചോളാനോ? അവനിതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് നന്നാവത്തത് ഓരോരോ നിയമങ്ങൾ. അതുകൊണ്ട് പ്രസ്താവന നടത്തിയവർ നടത്തും മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു. ഇതൊക്കെ വിഡ്ഢിത്തരം പറയും മുമ്പ്. അവർ വിഡ്ഢിത്തരം പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മറുപടി പറയണോ? ഏതെങ്കിലും വിഡ്ഢികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് ഇതുവരെ? ശരി, ഒരു കമ്പനിക്ക് കരാർ കൊടുത്ത് ഊരാളെങ്കിൽ ലേബർ സൊസൈറ്റി കരാർ കൊടുത്തതാരാ? ഞാൻ പറയാം. അല്ല പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഇടിഞ്ഞ പൊളിഞ്ഞ് മാത്രമല്ലേ കണ്ടുള്ളൂ. ഇടിഞ്ഞു പൊളിയാത്ത ഒത്തിരി ദേശീയപാത ഉണ്ട്. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞതും ഉണ്ട്. ആ ഇടിഞ്ഞു പൊളിഞ്ഞത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ആരാണോ ചെയ്യേണ്ടത് അവരെ കൊണ്ട് ചെയ്യിക്കും. സംസ്ഥാന സർക്കാർ അതിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തും. ഇനി നമുക്ക് 62 റോഡിൻ്റെ കാര്യം കേൾക്കണ്ടേ? കേരളത്തിൽ 62 റോഡ് പണിതയിൽ PWDക്ക് പങ്കുണ്ടോ ഇല്ലയോ? നിങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ എന്തെല്ലാം പറഞ്ഞു മിസ്റ്റർ വേണു? നിങ്ങൾക്ക് ലജ്ജ വേണ്ടേ അല്പമെങ്കിലും? ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡ് മാത്രമാണോ ഉദ്ഘാടനം ചെയ്തത്? 62 റോഡ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയിൽ PWDക്ക് എന്ത് കാര്യം? പിന്നെ ആർക്കാ കാര്യം? ഞാൻ മനസ്സിലാക്കുക. അല്പമെങ്കിലും വെളിവുണ്ട് നമ്മളിങ്ങനെ പറയുമോ? 62 റോഡ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തു, അതിൽ PWDക്ക് എന്ത് കാര്യം? പിന്നെ മാമച്ചനിട്ടുള്ള വല്ല പണിയായിരിക്കും. ജോസിനിട്ടുള്ളതാണെന്ന് പറ. സാധാരണ മാമച്ചനിട്ട് വയ്ക്കുന്ന പണിയെല്ലാം അവന് തന്നെയുള്ള കിട്ടാറുള്ളത്. കേരള സർക്കാരിന് നിർമ്മാണത്തിന്റെ ചുമതല വേറെ ഏത് മന്ത്രിക്കാ? ഒരു റോഡല്ല 62 റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. ആ 62 റോഡ് ഉദ്ഘാടനം ചെയ്തതിൽ സ്മാർട്ട് നഗര പദ്ധതിയിൽപ്പെട്ട 12 റോഡുണ്ട്. 50 റോഡ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ പൊതുമരാമത്ത് പണം മുടക്കുന്ന റോഡാണ്. തർക്കോട്ടെ. ഇപ്പൊ ഒരൊറ്റ സെക്കൻഡ് ചോദിച്ചോട്ടെ, ഈ അമൃത് പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഇഷ്ടം പോലെ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞു കഴിയട്ടെ. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അമൃത് പദ്ധതിയുടെ പോയിന്റ് എന്താണ്? അല്ല, ഒറ്റ കാര്യം. അനുബന്ധമൊക്കെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ എഞ്ചിനീയറിംഗ് പ്രവൃത്തികൾ ചെയ്യുന്നത് ഏത് വിഭാഗമാണ്? അത് മാത്രം പറഞ്ഞാൽ മതി. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 12 റോഡ് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് നഗരം പദ്ധതിയിലാണ്. അതിൻ്റെ പദ്ധതി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്? ആ ഫണ്ടിൽ ഒരു ഭാഗം അവിടുത്തെ നഗരസഭയ്ക്കാണ്. തദ്ദേശ വകുപ്പിന് ഫണ്ടില്ല. അത് മനസ്സിലാക്കണം ആദ്യം. പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. കേരളത്തിലെ ബഡ്ജറ്റിൽ തദ്ദേശ വകുപ്പിന് ഫണ്ട് വെച്ചുകൊണ്ടൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രി ഉൾപ്പെടെയായിരിക്കും ആ പദ്ധതി പൂർത്തിയാക്കുക. തദ്ദേശ വകുപ്പിൻ്റെ ഫണ്ട് സ്മാർട്ട് നഗര പദ്ധതിക്ക് കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, തിരുവനന്തപുരം കോർപ്പറേഷനാണ് അതിൻ്റെ ഒരു ഭാഗം ഫണ്ട് കൊടുത്തത്. കോർപ്പറേഷൻ്റെ പ്രതിനിധികളോടെ പങ്കെടുത്തു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേന്ദ്രം കൊടുത്ത ഫണ്ട് പോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പും ഫണ്ട് കൊടുത്തു. കാരണം എന്താണ്? ഈ റോഡുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ടിലെ സംസ്ഥാനത്തിൻ്റെ വിഹിതം ചെലവഴിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് വഴിയാണ്. വേറെ ആര് വഴിക്കാണ്? അതിന് നിർവഹണം നടത്തിയ ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ടെൻഡർ ചെയ്ത ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ടെൻഡർ ചെയ്തപ്പോൾ അത് ഏറ്റെടുത്ത കമ്പനികൾ കൃത്യമായിട്ട് ചെയ്യാതെ വന്നപ്പോൾ നാട്ടുകാർക്ക് ചില പ്രശ്നം വന്നപ്പോൾ BJPക്കാർ മുഹമ്മദ് റിയാസിൻ്റെ തലയിൽ കയറി. അന്ന് റീൽസ് ഇട്ടത് കുമ്മനം രാജശേഖരനാ. അന്ന് റീൽസ് ഇട്ടത് കോൺഗ്രസ്സുകാരാ. എന്തിനാ റീൽസ് ഇട്ടത്? അല്ല, അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ, എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. റിയാസിന്റെ റോഡ് കണ്ടോ? തിരുവനന്തപുരത്തെ അമൃത നഗരം റോഡ് കണ്ടോ? ആരുടെ റീൽസാണ്? കോൺഗ്രസ് നേതാക്കന്മാരുടെ റീൽസ്. ആ റീൽസ് ഇട്ട നേതാക്കന്മാർ റോഡ് പണിതപ്പോൾ റീൽസ് ഇടാൻ വന്നില്ല. കേരളത്തിൽ നിങ്ങൾക്കിന് റീൽസ് ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അത് പണിതപ്പോൾ ഏതെങ്കിലും റോഡ് കുടിഞ്ഞു കിടന്നെങ്കിൽ ഇന്ന് കുടിഞ്ഞു കിടക്കാത്ത റോഡുകളാണ് കേരളത്തിൽ. ശരി, കേരളത്തിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ആന ഇറങ്ങണം. കാട്ടിൽ നിന്ന് ആന ഇറങ്ങണം. ഞാനിത് പറഞ്ഞു തീർത്തേക്കാം. കാട്ടിൽ നിന്നൊരു ആന ഇറങ്ങണം. ഇല്ല, ദേശീയപാതയിൽ എന്തെങ്കിലും പണി നടക്കുന്നിടത്ത് അവരുടെ വീഴ്ച കൊണ്ട് ഇടിഞ്ഞ് വീഴണം. ഇതല്ലാതെ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞങ്ങളോട് ചോദിക്കാനാവാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അതിന്റെ പെർഫോമൻസിന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു. ശരി, സുനിൽകുമാർ അങ്ങ് വഴങ്ങണം. 8:12 അങ്ങ് സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 8:25 ഏതാണ്ട് 13 മിനിറ്റ് ആയില്ലേ? അപ്പൊ ഞാൻ ഇടപെടുകയാണ്.
ശ്രീ കെ സി ഉമേഷ് ബാബു, ഇവിടെ ഈ പറയുന്ന ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് അപാകതയ്ക്കും ആരാണ് ഉത്തരവാദി എന്നത് ആർക്കാണ് വ്യക്തമായി പറയാൻ കഴിയുക? സംസ്ഥാന സർക്കാർ പറയുന്നു സംസ്ഥാന സർക്കാരിനല്ല ഈ പിഴവിൽ ഉത്തരവാദിത്തമെന്ന്. ഈ ദേശീയപാത അതോറിറ്റി ഇതിനോടകം പ്രതികരിച്ചിരിക്കുന്നത് അവരുടെ ഭാഗത്തും വീഴ്ചയില്ല എന്നാണ്. കരാർ കമ്പനിക്ക് മാത്രമാണോ ഇതിൽ ഉത്തരവാദിത്തം? ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കൂരിയാട് നിന്നാണല്ലോ ഈ കഥ തുടങ്ങുന്നത്. അവിടെ ഈ വയലിൽ കളിമണ്ണിൻ്റെ അംശം കൂടുതലാണ് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ പൈലിംഗ് നടത്തി തൂണുകൾ സ്ഥാപിക്കണം, എന്നിട്ട് എലിവേറ്റഡ് ഹൈവേ ആയി അവിടെ ആ ഭാഗം ഈ NH പോകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം, ജനപ്രതിനിധികളുടെ ആവശ്യം. ഇത് മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഇത് ഈ കരാർ കമ്പനി അവഗണിക്കുകയുണ്ടായി. NHA ഈ കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയും കാണിച്ചില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ജീവൽ ഭീഷണിയാകുമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു റോളുമില്ലാത്തൊരു കൂട്ടരാണോ? ഈ കൂരിയാട് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായി. 2 വാഹനങ്ങളുടെ മീതെയാണത് സംഭവിക്കുന്നത്. അല്പം സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ടെങ്കിൽ ജീവഹാനി സംഭവിച്ചേനെ. കുഞ്ഞുങ്ങളടക്കം 3 പേർക്കാണ് ഇപ്പോൾ പരിക്ക്. സാരമായ പരിക്കില്ല, അത് ഭാഗ്യം. ഇങ്ങനെ ഭാഗ്യത്തിന് ഈ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണോ സംസ്ഥാന സർക്കാരിനുള്ളത്? ശ്രീ ഉമേഷ് ബാബു, കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഇതിലെന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഈ പൊതുമരാമത്ത് വകുപ്പിലെ നാഷണൽ ഹൈവേയുടെ ജില്ലാ ഓഫീസില്, ഡിവിഷൻ ഓഫീസില് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെ മുഴുവൻ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഈ പറയുന്ന ബഡായികൾ കേൾക്കുമ്പോൾ എനിക്ക് ഒരു വൈചിത്ര്യം എന്നതിനപ്പുറത്ത് ഒരു കാര്യവും തോന്നില്ല. അതിൽ വസ്തുതകൾ വളരെ കുറവാണ്. അപ്പൊ ദേശീയപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഒരു ദേശീയപാത വിഭാഗം പ്രവർത്തിച്ചിരുന്നു. അതിപ്പോ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയപാതകൾ മുഴുവൻ, കേരളത്തിലൂടെയുള്ള ദേശീയപാതകൾ പ്രത്യേകിച്ച് 66 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ. ഏറ് തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ. അക്രമാസക്തമായി. എല്ലാ അക്രമവും എന്റെ നേരേക്കായിരുന്നു എന്ന് മാത്രം. അവരെങ്ങനെയാണ് വികസിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങൾ മുഴുവനും കൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് വലിയ ഈ പറയുന്ന ഒന്നും രാഷ്ട്രീയക്കാരുടെ ബഡായികളൊന്നുമല്ല വാസ്തവം. ഇതെന്താ ചെയ്തിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേരളത്തിൽ കൺസ്ട്രക്ഷൻ എടുത്തിട്ടുള്ള പല കമ്പനികളെയും നോക്കുക. ഈ പഴയ ആന്ധ്ര സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള വളരെ പുത്തൻ തലമുറ കൺസ്ട്രക്ഷൻ കമ്പനികളാണ് ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ മേൽവിലാസവും അവിടത്തേക്കാണ് പോവുക. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ഡിസൈൻ തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന പാഠപുസ്തകങ്ങൾ നോക്കിയാൽ പൊതുമരാമത്ത് വകുപ്പിൽ, കേരള പൊതുമരാമത്ത് വകുപ്പിൽ മുമ്പ് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഇൻവെസ്റ്റിഗേഷൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ എന്നാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് വിങ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ വിങ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കീഴിൽ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയാൻ പോയി. പറഞ്ഞതല്ലല്ലോ, പറയിപ്പിച്ചതല്ലേ. കുറെ നാളായി തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നാട്ടില് ഒരു സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുതിയ പാത ഉണ്ടാക്കുമ്പോൾ, ഒരു റോഡ് പണി, ഒരു പാലം ഉണ്ടാക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള വിശദമായ പഠനം നടക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ വേണം, പിന്നീട് ഈ പറയുന്ന ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വേണം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അത് പ്രത്യേകിച്ചും വേണം. കാരണം കേരളത്തിൽ ഇപ്പോൾ ഇത് വടക്കൻ മലബാറിലാണ് ഈ പറയുന്ന പല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിലൊക്കെയുള്ള കഴിഞ്ഞ വർഷത്തെ ആകെയുള്ള വർഷപാതം 350 സെന്റിമീറ്ററാണ്. 3500 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വിശദമായ പ്രാഥമിക അന്വേഷണവും പിന്നീടുള്ള ആദ്യത്തെ പ്രാഥമിക പരിശോധനയും പിന്നീടുള്ള വിശദമായ ഇൻവെസ്റ്റിഗേഷനും ശേഷം മാത്രമാണ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതിലേക്ക് പോവുക. ഇപ്പോഴെന്താ, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റും കേരളത്തിലെ ഈ ഭീകരമായി വർണ്ണിക്കപ്പെടുന്ന ശ്രീമാൻ പിണറായി വിജയന്റെ ഗവൺമെന്റും ഒക്കെ ചേർന്നിട്ട് ഈ സംവിധാനങ്ങളെ മുഴുവൻ അങ്ങ് കളയുകയും ഈ ഇൻവെസ്റ്റിഗേഷനും പ്ലാനിങ്ങും ഡിസൈനും സർവ്വ ചുമതലകളും ഈ കമ്പനികൾക്ക്, പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറുക ചെയ്തിട്ടുള്ളത്. അതിന്റെ ദുരന്തമാണ് ഇപ്പൊ കേരളത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
ഈ കമ്പനികളൊക്കെ വേറെ സ്ഥലത്ത് വരുന്നതാണ്. അവരുടെ കേരളത്തിലെ മഴ എന്താണെന്ന് അറിയില്ല, കേരളത്തിലെ നീരൊഴുക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേശീയപാതയിലൂടെ, ഞാൻ ഈ പറയുന്ന വലിയ മഴയുണ്ടായിരുന്ന ആദ്യത്തെ ദിവസം ഈ പറയുന്ന രാത്രിയായ ഈ കടുത്ത മഴയിൽ വടകരയ്ക്കും കണ്ണൂരിനിടയിൽ ഒരു കാറിൽ സഞ്ചരിച്ചപ്പോൾ നേരത്തെ വേണു പറഞ്ഞിട്ടുള്ള ഈ അപകടം എനിക്ക് മനസ്സിലായതാണ്. എൻ്റെ കാറ് പോയിട്ടൊരു വലിയ വെള്ളക്കെട്ടിൽ, എവിടെ ഈ 6 വരിയായിട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും തീർത്തു കഴിഞ്ഞ ഒരു NH സർഫസിന്റെ ഇടത്തെ അറ്റത്തെ ലൈനിലെ ഭീകരമായ വെള്ളക്കെട്ട് കുടുങ്ങി കാറിലെ എഞ്ചിൻ ഓഫ് ആകുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ, ജോസ് എങ്ങനെ മറിഞ്ഞു. ഇത് ഞങ്ങളൊന്നും തീർച്ചയായിട്ടും ഈ പണിയെടുത്ത കാലത്ത് സംഭവിച്ചിട്ടില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തെ കുറിച്ച് അറിയാം. ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എങ്ങനെയാണ് റോഡ് പണിയേണ്ടത് എന്ന കാര്യത്തിൽ. സാങ്കേതികമായി സിവിൽ എഞ്ചിനീയറിംഗിലെ പാഠങ്ങളെ അനുസരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. കരാറ് കമ്പനിയാണ് ചെയ്യുന്നത്. അവർക്ക് ആകെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, പൈസ ഉണ്ടാക്കുക, വേറൊന്നുമില്ല, കൊള്ള ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് തീർക്കുക. അത് കാണുകയാണ്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള പതിറ്റാണ്ടുകളുടെ ഈ പണിയെടുത്ത് പരിചയമുള്ള ആളുകൾക്കറിയാം ഈ പറയുന്ന കാട്ടിക്കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 6 ലൈൻ ഈ പറയുന്ന ഒരു സ്പീഡ് വേ, ഈ പറയുന്ന എന്താ പറയുക, ഒരു സ്പീഡ് വേ ഉണ്ടാക്കിയിട്ട് പല സ്ഥലത്തും അത് എലിവേറ്റഡ് ആയിട്ട് വെച്ചിട്ട് വെള്ളം ഒന്നും ഒഴുകിപ്പോകാൻ ഒരു മാർഗവും ഇല്ലാതെ. വെള്ളം എങ്ങോട്ടാ പോകുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഈ 6 വരി പാതയുടെ മുകളിൽ നിന്ന് പൈപ്പിൽ ഈ പറയുന്ന തുറന്ന ഈ ദ്വാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് സർവീസ് റോഡിലേക്ക് വെള്ളം ഒഴുകുകയാണ്. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കണക്ക് പറയാൻ വേണു, അതിനെന്നെ സമ്മതിക്കണം. കാരണം ഈ ആളുകളൊന്നും പറയുന്ന പോലെയല്ല. നിങ്ങൾ നോക്കുക, 45 മീറ്റർ വീതിയിലാണ് റോഡ്. 1 കിലോമീറ്റർ ദൂരം എടുക്കുക, അങ്ങനെ 45,000 സ്ക്വയർ മീറ്ററായി ഈ സ്ഥലം. 1 മണിക്കൂറിൽ 1 സെന്റിമീറ്റർ കേരളത്തിൽ മഴ പെയ്യുന്നു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേക സ്ഥലത്ത് 1 മണിക്കൂർ കൊണ്ട് ആ റോട്ടിൽ പെയ്യുന്ന മഴയുടെ അളവ് 4,50,000 ലിറ്ററാണ്. 4 ലക്ഷം ലിറ്റർ. ഒരു 3-4 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്റർ മഴ പല ദിവസങ്ങളിലും പെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1 കിലോമീറ്റർ റോഡിന് മുകളിൽ അത്രയും സമയം കൊണ്ട് 45 ലക്ഷം ലിറ്റർ വെള്ളം പെയ്ത് ഒഴിയും. ഇത് എവിടെയെങ്കിലും പോണ്ടേ? മനസ്സിലായില്ലേ? പോകാൻ വഴിയില്ലാതിരിക്കുമ്പോ വഴി ഇങ്ങനെ പലതരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നീർച്ചാലുകൾ അതിന്റെ വഴി ഉണ്ടാക്കും. അതാണ് കൂരിയാട് കണ്ടത്. ഒരു വയലില് അതാണ് ഈ സോയിൽ അനലിസ്റ്റുകൾക്കൊക്കെ അറിയാം, ജിയോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഒരു വയലില് നേരെ കൊണ്ടുപോയിട്ട് ടിപ്പറുകളും ടോറസിലും മണ്ണടിച്ചിട്ട് നേരെ ഈ പറയുന്ന കുറച്ച് ഒരു 45-50 സെന്റിമീറ്റർ ഒക്കെ ആകുമ്പോൾ ഒരു റോഡ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന എന്താ പറയുക കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പണിയും ചെയ്തിട്ട് ഇത് അങ്ങ് 5, 8, 10, 12 മീറ്റർ ഉയർത്തിയിട്ട് പിന്നെ അതിൻ്റെ മേലെ ഈ പറയുന്ന കുറേ സാധനം ഉണ്ടല്ലോ, ജെല്ലിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങ് ടാർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത മഴക്ക് പ്രകൃതി പകരം വീട്ടും. കാരണം ഈ പെയ്തൊഴിയുന്ന വെള്ളം വരും, നീർച്ചാലുകൾ വരും. സാധാരണ കേരളത്തിൽ പണിയുന്ന ഏത് റോഡ് പണിതിട്ടുള്ള ഏതൊരുത്തനും ഏത് എഞ്ചിനീയർക്കും അറിയാവുന്ന കാര്യമാണ്, 2 അരികിലൂടെയുള്ള ഡ്രെയിനേജ് വേണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. ക്രോസ് ഡ്രെയിനേജ് വേണം. കുറുകെ പോകുന്ന വെള്ളത്തിന് ഒഴിച്ചുവിടാനുള്ള വഴികൾ ഉണ്ടാകണം. കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ഈ ദേശീയപാതയിൽ? വളരെ അപൂർവമാണ്. കൃത്യമായിട്ട് മനുഷ്യന് കടന്നു പോകാനുള്ള ഈ പറയുന്ന അണ്ടർപാസുകളും ഓവർപാസുകളും വല്ലതും ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ടോ? എത്ര സ്ഥലത്താണ് ഇപ്പോഴും അവസാനിക്കാത്ത? കണ്ണൂരിലൊരു കാര്യം പറയാം. കണ്ണൂരിലെ പഴയ ദേശീയപാത നടാല് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഈ പറയുന്ന ഒരു റെയിൽവേ ഈ പറയുന്ന ഗേറ്റ് കഴിഞ്ഞിട്ടാണ് തലശ്ശേരിയിലേക്ക് പോകേണ്ടത്. കാരണം അവിടുന്ന് തലശ്ശേരിയിലേക്ക് പിന്നെയുണ്ട് 12 കിലോമീറ്റർ. അവിടുന്ന് എങ്ങനെയാണ് ഈ റോഡ്, ഈ ബസ്സുകൾ മുഴുവൻ കണ്ണൂർ തലശ്ശേരിയിലേക്കുള്ള ബസ്സുകൾ മുഴുവൻ ആ വഴിക്കാ പോവുക? ആ ബസ്സുകൾ അവിടുന്ന് എങ്ങനെയാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇപ്പോഴും ആയിട്ടില്ല. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരോട് അണ്ടർപാസ് പണിയാൻ ഈ പറയുന്ന 4 മീറ്റർ ഇല്ലെങ്കിലും വരെ ഉള്ള ഒരു ബസ്സിന് കടന്നു പോകാവുന്ന ഒരു അണ്ടർപാസ് പണിയാനുള്ള ഒരു മിനിമം സാമാന്യ ബോധം ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ കാണിച്ചിട്ടില്ല.
തർക്കത്തിനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ പച്ചാളം, നായകനായിട്ട് അഭിനയിക്കുന്ന ആളും സംവിധായകനും തമ്മിൽ ഒരു ധാരണയെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഈ പ്രഭുക്കന്മാർക്ക് ഈ അധികാര പ്രഭുത്വം ഉണ്ടല്ലോ, അതിന് കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് എങ്ങനെ പോകും? എത്ര വട്ടം കണ്ണൂരിൽ സമരം നടന്നു, ബസ് സമരം നടക്കുകയാണ്, അനിശ്ചിതമായിട്ട് നടക്കുകയാണ്, പലതും ഉണ്ടാവുകയാണ്. പോണ്ടേ, ബസ്സിന് പോണ്ടേ? അതിന് പറയുന്നത് ഈ ബസ് അവിടുന്ന് ഇടതുവശത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെയും 4-5 കിലോമീറ്റർ പിന്നോട്ട് പോയിട്ട് ഈ ചാലയിൽ നിന്ന് തിരിഞ്ഞ് പിന്നെയും പോകണമെന്നാ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു എഞ്ചിനീയറിങ്? ശരി, കേട്ടിട്ടോ? ഞാൻ കേട്ടിട്ടില്ല. കാരണം എനിക്കറിയുന്ന കാര്യമാണ്. ഇത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഞാനതാ പറഞ്ഞത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു അവസരം ഉണ്ടായതുകൊണ്ട് പറയുകയാണ് ഞാൻ. ഇത് വലിയ കഷ്ടമാണ്. 3.5 കോടി മനുഷ്യരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നിങ്ങളെന്താ പറയുന്നത്? ഒരു ദേശീയപാത, ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഹൈവേ താഴേക്ക് ഇടിഞ്ഞാല് ഈ എത്ര ഉയരത്തിലാണ് ഇത് പോകുന്നത്? അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂട്ടറുകൾ, കാറുകൾ, ഈ പറയുന്ന ബസ്സുകൾ, അവിടെയൊക്കെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ അവരുടെ സുരക്ഷിതത്വത്തിന് ആരാ ഉത്തരവാദിത്വം വഹിക്കുക? അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക്. കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ? ആര് വഹിക്കും? അത് ആരാ ഉറപ്പുവരുത്തേണ്ടത്? അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം എടുക്കേണ്ട പണി സംസ്ഥാന സർക്കാരിനാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പഴയ കാലത്ത് NHAI ഒക്കെ ഉണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, അവർക്ക് ഈ പറയുന്ന റീജിയണൽ ഓഫീസുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കേരള PWDക്ക് ഒരു വിങ് ഉണ്ടായിരുന്നു ഈ പറയുന്ന ദേശീയപാതയുടെ കാര്യങ്ങൾ നോക്കാൻ. കാരണം കേരളത്തിലൂടെ പോകുന്ന ദേശീയപാതയാണ്. തലപ്പാടിയിൽ നിന്ന് തുടങ്ങുക. ഞാൻ ഉത്തരവാദിത്തം വഹിച്ചാണ്. തലപ്പാടിയിൽ തുടങ്ങിയാൽ കണ്ണൂർ ഡിവിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്തത്തിൽ ദേശീയപാത ഈ പറയുന്ന അഴിയൂര് വരെയുണ്ട്. അത് നോക്കിയിരുന്നു ഈ ഓഫീസുകൾ. അന്നൊന്നും എവിടെയെങ്കിലും ഈ തരത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചേർന്ന് ഈ പൊതുമരാമത്ത് നാഷണൽ ഹൈവേ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തൂക്കിക്കൊല്ലില്ലേ? ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഉത്തരവാദിത്വം. ഇപ്പൊ ഒരു ഉത്തരവാദിത്വമില്ല. തങ്ങൾക്ക് കിട്ടുന്ന കൊള്ള ലാഭം എന്ന ഒരൊറ്റ കാര്യത്തിന്റെ പുറത്താണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം. പറയണ്ടെന്റെ ചേച്ചി, രാഷ്ട്രീയം എന്ന് പറയുന്നതേ ഒരു മുഷിഞ്ഞ പണിയാ. ഒരക്കിരി പറ്റി. അതാണ് ഇത്. എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാം. അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ എത്ര സ്ഥലത്താണ് പ്രശ്നങ്ങൾ? ഈ താഴോട്ട് ഇപ്പൊ നിങ്ങൾ ഇതാണ് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഷിറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർണാടകത്തിലെ ഒരു ലാൻഡ് സ്ലിപ്പ് ഉണ്ടായിട്ട് സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണിട്ട് താഴത്തെ പുഴയിലേക്ക് പോയതിന്റെ എത്ര ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? എത്ര പേരാ മരിച്ചത്? അതിന് ഉത്തരവാദി ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ റോഡ് വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർണാടക PWD അവിടെ റോഡ് വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുത്തനെ ഇടിച്ചിറക്കുകയാണ്. നിങ്ങൾ പറയട്ടെ, ഈ പറയുന്ന ഭൂവിജ്ഞാനം അറിയുന്ന ഏതെങ്കിലും മനുഷ്യൻ കുത്തനെ ഇടിക്കുവോ? സിവിൽ എഞ്ചിനീയറിംഗിന്റെ പാഠം അറിയുന്ന ഒരാൾ കുത്തനെ ഈ മണ്ണ് എങ്ങനെയാണ്, മണ്ണിന്റെ പ്രഷർ ഇന്റൻസിറ്റി എങ്ങനെയാ വരിക എന്ന് പ്രാഥമിക പാഠപുസ്തകങ്ങളിലില്ലേ? അത് ചെയ്യോ? ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം? എന്തെങ്കിലും പറ്റിയ എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ. ഒരു 45 ഡിഗ്രിയോളം ചെരിവ് ചെയ്യണം. അല്ലെങ്കിൽ കുത്തനെ ഇടിക്കേണ്ടി വന്നാൽ ശക്തമായ റീടൈനിങ് സ്ട്രക്ചർ വേണം സൈഡില്. അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വരും. ഒരു കൊല്ലത്തിൽ 350 സെന്റിമീറ്റർ മഴ പെയ്യുന്ന ഒരു നാട്ടിൽ നിന്ന് മണ്ണിടിഞ്ഞു വരും. എന്ത് ചെയ്യും? ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കേണ്ട ഉത്തരവാദിത്വമായിരുന്നു ഈ പറയുന്ന കേരള ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. അത് ചെയ്യാതെ ഈ സ്റ്റാർ ചെയ്ത സ്ഥലം കണ്ടിട്ട് റീൽസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തീരുകയില്ല ഉത്തരവാദിത്വം. കരാർ കമ്പനി മാത്രമായിട്ടാണോ ഒരു നാട് ഭരിക്കുന്നത്? ആണോ? ശരി, ശ്രീ അനിൽകുമാർ മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ ആ ഊഴം വരുമ്പോൾ അദ്ദേഹത്തിലേക്ക് വരികയും ചെയ്യാം. ശ്രീ A. സജീവൻ, ഇവിടെ PWDയുടെ ഉത്തരവാദിത്വത്തിലുള്ള റോഡുകളിൽ എത്ര റീൽസ് വേണമെങ്കിലും ഇനിയും ഇടാം എന്ന് ശ്രീ അനിൽകുമാറിന്റെ വെല്ലുവിളി. എന്നാൽ NHAയുടെ ഈ പദ്ധതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല എന്നും പറയുന്നു. അത് ഈ ജനസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാകുമ്പോൾ, ഇതിപ്പോൾ NHന്റെ വികസനവുമായി ബന്ധപ്പെട്ടല്ല, ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി അതിന്റെ സ്വഭാവം മാറുമ്പോൾ നാട്ടുകാർക്ക് അറിഞ്ഞൂടെ? നാട്ടുകാർക്ക് അതൊന്നും ഓർമ്മയില്ലെന്നേ. അവർക്കതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന ആർക്കെങ്കിലും കസേരയിലിരിക്കാൻ ഒക്കുമോ? ഈ സമീപനം എത്രമാത്രം ശരിയാണ്? പിന്നെ കൂടാതെ ഇപ്പോൾ NHAയും കൈവിടുകയാണ്, എന്നിട്ട് KNR കമ്പനിയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തെന്ന് പറയുന്നു. ഞാൻ നീട്ടുന്നില്ല. ഈ പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടതാണല്ലോ, RDS എന്ന് പറയുന്ന കമ്പനി അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് ഗഡ്കരിയും കൊമ്പുകുലിക്ക് പറയുന്നത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നാണ്. ഉമേഷ് ബാബു സാർ പറഞ്ഞു ഇതൊക്കെ പുത്തൻ തലമുറ കമ്പനികളാണെന്ന്. പേര് മാറ്റി വേറെ രൂപത്തിൽ വരാം. ഈ RDSനെ ആദ്യം ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു സംസ്ഥാനം. അവർ കോടതിയിലേക്ക് പോയി അവരുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു.
പൊക്കോട്ടെ. കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ?